ഇന്നത്തെ സ്റ്റാറ്റിൻ്റെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ എന്താണെന്നും വേരിയബിളിൻ്റെ ഡിവിഷൻസ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും അതുപോലെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ അതിൽ വരുന്ന ഏതാണെന്ന് വെച്ചാൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, പിക്ടോഗ്രാം, കാർട്ടോഗ്രാം, സ്കാറ്റർ ഡയഗ്രാം. ഇതിത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ വേരിയബിൾ എന്താണെന്ന് നോക്കാം. വേരിയബിൾ എന്ന് വെച്ചാൽ എ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓർ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് ഓർ ചേഞ്ചസ്. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്പറോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയോ അത് ഒരാളിൽ നിന്ന് വേറൊരാളോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നു. അങ്ങനെ വേരി ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്കിനെയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയോ ആണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ കളർ ഓഫ് ഹെയർ, ഇതെല്ലാം വേരിയബിളിന് എക്സാമ്പിൾസ് ആണ്. വേരിയബിൾ എന്ന് പറയുന്നത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ്, ടൈം ടു ടൈം ആണ്, അതുപോലെ വേരി ഇൻ ടേംസ് ഓഫ് ടൂൾ യൂസ്ഡ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ആ വേരിയബിൾ എടുക്കുന്ന വാല്യൂ ഒരു ഇൻ്റർവെലിനകത്തുള്ള സ്പെസിഫൈഡ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നാണ്. അതേസമയം ഒരു ഇൻ്റർവെലിനകത്തുള്ള എല്ലാ വാല്യൂസും എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ എക്സാമ്പിൾസ് ആണ് ഒരു വീട്ടിൽ എത്ര മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, അതുപോലെ എത്ര പേര് ഉണ്ട്, അതുപോലെ എത്ര കുട്ടികളുണ്ട്. അതായത് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ആ നമ്പർ പറയാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാം വരുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിളിനകത്താണ്. എന്നാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഹൈറ്റ്, വെയ്റ്റ്, ഏരിയ, വോളിയം, ടെമ്പറേച്ചർ ഇതെല്ലാം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞാലും അത് ചിലപ്പം മെഷർ ചെയ്യുന്ന സ്കെയിലിനകത്ത് ചിലപ്പം 164.5 ആയിരിക്കാം. അത് നമ്മൾ റൗണ്ട് ചെയ്ത് 165 എന്ന് എടുത്തായിരിക്കാം. അതല്ലെങ്കിൽ 165.4 ആയിരിക്കാം, അതിനെ റൗണ്ട് ചെയ്ത് 165 ആയിരിക്കും. അതായത് 165 എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ അതിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 164.5 ആൻഡ് 165.4 ആണ്. അപ്പോൾ ഇൻ്റർവെലിനകത്തുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ളതെല്ലാം വരുന്നത് കണ്ടിന്യൂസ് വേരിയബിളിനകത്താണ്. മോസ്റ്റ് കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ എക്സാമ്പിളാണ് ലെങ്ത്, ഏരിയ, വോളിയം, മാസ്, ടൈം. വേറെ എക്സാമ്പിൾസ് ആണ് സ്റ്റുഡൻറ് റാങ്ക് ഇൻ ക്ലാസ്, ഡിസ്ക്രീറ്റിന് എക്സാമ്പിൾ ആണ്. റേറ്റിംഗ് ഓഫ് എ ഫിനാൻസ് പ്രൊഫസർ, അതും ഡിസ്ക്രീറ്റിന് എക്സാമ്പിൾ ആണ്. നമ്പർ ഓഫ് ഹോം കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം ഡിസ്ക്രീറ്റ് ആണ്. അതേസമയം സാലറി, സെയിൽസ് വോളിയം ഓഫ് MP3 പ്ലെയേഴ്സ്, ടെമ്പറേച്ചർ ഇതെല്ലാം കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. വേരിയബിളിനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേരിയബിളിനെ ക്വാളിറ്റേറ്റീവ് വേരിയബിളിനും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്വാളിറ്റേറ്റീവ് വേരിയബിളിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഡൈക്കോട്ടമസ് എന്നും പോളിനോമിയൽ എന്നും. ഡൈക്കോട്ടമസ് എന്ന് വെച്ചാൽ അതിന് 2 ഡിവിഷനേ ഉള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ്, അതെന്ന് വെച്ചാൽ മാരീഡ് ആണ് അല്ലെങ്കിൽ അൺമാരീഡ് ആണ്, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേസമയം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന 4 ഡിവിഷനാണുള്ളത്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്, 4 ഡിവിഷൻ. അതായത് 2 കൂടുതൽ ഡിവിഷൻസ് വരുന്നതെല്ലാം പോളിനോമിയലിനകത്താണ് വരുന്നത്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിന് 2 ഡിവിഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അതിൽ ഡിസ്ക്രീറ്റിന് എക്സാമ്പിളാണ് ചിൽഡ്രൻ ഇൻ ഫാമിലി, കണ്ടിന്യൂസിന് എക്സാമ്പിളാണ് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പെയ്ഡ്, വെയ്റ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഇടയ്ക്ക് വെച്ച് സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ലെവൽ ഓഫ് മെഷർമെൻറ്റ്സ് പ്രധാനമായിട്ട് 4 എണ്ണമാണുള്ളത്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ. കൂട്ടത്തിൽ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്ന നോമിനലാണ്. അതിന് തൊട്ട് മേലെയുള്ളതാണ് ഓർഡിനൽ, അതിന് മുകളിലുള്ളതാണ് ഇൻ്റർവെൽ. ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് മെഷർ ഓഫ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്. ആദ്യമേ നോമിനൽ നോക്കാം. നോമിനൽ എന്ന് വെച്ചാൽ
നെയിം. നോമിനലിന് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നെയിംസ്, ലേബിൾസ് അല്ലെങ്കിൽ ക്വാളിറ്റി, ഇതെല്ലാം വരുന്നത് നോമിനലിനകത്താണ്. നോമിനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ക്യാൻ ബി മെയ്ഡ് അറ്റ് ദിസ് ലെവൽ. അതായത് നോമിനൽ ഡേറ്റയ്ക്ക് നമുക്ക് ഒരു തരത്തിലുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനും ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾസ് ആണ് കളേഴ്സ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ്, അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് യു സ്റ്റഡീഡ് ഇൻ ദിസ് സെമസ്റ്റർ. അടുത്ത ഓർഡിനൽ. ഓർഡിനലും നോമിനൽ എന്ന് പറയുന്ന രണ്ടും ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. അപ്പം നോമിനൽ പറഞ്ഞു കഴിഞ്ഞു. ഓർഡിനൽ എന്ന് വെച്ചാൽ അതും ക്വാളിറ്റിയാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അറേഞ്ച്ഡ് ഇൻ ഓർഡർ ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ എൻട്രീസ് ആർ നോട്ട് മീനിങ്ഫുൾ. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മീനിങ്ഫുൾ അല്ല. എക്സാമ്പിൾ ആണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഗ്രേഡിംഗ് ഓഫ് പെയിൻ, ടോപ്പ് 50 സോങ്സ് പ്ലേഡ് ഓൺ ദി റേഡിയോ. അതായത് ഇപ്പം ഗ്രേഡിംഗ് ഓഫ് പെയിൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വേദനയില്ല, അല്ലെങ്കിൽ ഇടത്തരം വേദനയുണ്ട്, അല്ലെങ്കിൽ നല്ല വേദനയുണ്ട്, അങ്ങനെ മൂന്നായിട്ട് നമുക്കതിനെ ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ പുവർ, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ റിച്ച്, അങ്ങനെ ഉള്ള ക്ലാസിഫിക്കേഷനാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർവെൽ സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിൽ എന്ന് വെച്ചാൽ ഇൻ്റർവെൽ സ്കെയിലും ഇനി അടുത്ത ലെവൽ ഓഫ് മെഷർമെൻ്റ് ആയിട്ടുള്ള റേഷ്യോ സ്കെയിലും രണ്ടും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ അറിയാം നമുക്ക് ക്വാണ്ടിറ്റിയാണ്, അതായത് വാല്യൂസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ്. അപ്പം പക്ഷേ ഈ ഇൻ്റർവെൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ്സിനകത്തുള്ള ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊരു ട്രൂ സീറോ ഇല്ല. അതായത് അത് മെഷർ ചെയ്യുന്ന പല സ്കെയിലും ഉണ്ടായിരിക്കും. അതിൽ ഒരു സ്കെയിലിൽ സീറോ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ സ്കെയിലിൽ സീറോ അല്ല കാണിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാം വരുന്നതാണ് ഇൻ്റർവെൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇയേഴ്സ് ഓൺ എ ടൈം ലൈൻ. അതായത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിക്കാം, കെൽവിൻ സ്കെയിൽ ഉപയോഗിക്കാം, അതുപോലെ ഫാരൻഹീറ്റ് ഉപയോഗിക്കാം. ഡിഗ്രി സെൽഷ്യസിൽ 0 എന്ന് വെച്ചാൽ ഫാരൻഹീറ്റിൽ 32 ആണ്, അതുപോലെ കെൽവിൻ സ്കെയിലിൽ 273 ആണ്. അങ്ങനെയുള്ളതെല്ലാം വരുന്നതാണ് ഇൻ്റർവെൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ്സിൽ. ഇൻ്റർവെൽ സ്കെയിൽ എന്ന് വെച്ചാൽ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ എൻട്രീസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. റേഷ്യോ എന്ന് വെച്ചാൽ ട്രൂ സീറോ ഉള്ളതാണ്. അതായത് അത് മെഷർ ഇപ്പോൾ ഏതാണോ ഈ റേഷ്യോ സ്കെയിലിൽ വരുന്നത് ആ വേരിയബിൾ മെഷർ ചെയ്യുന്ന എല്ലാ സ്കെയിലിലും ഒരെണ്ണത്തിൽ ഏതെങ്കിലും ഒരു സ്കെയിലിൽ 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സ്കെയിൽസിലും 0 ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഏരിയ, ഇതെല്ലാം എക്സാമ്പിളാണ്. ഏജ്, ഗ്രേഡ് പോയിന്റ്, ആവറേജസ്, വെയ്റ്റ്, ഹൈറ്റ്, ഇതെല്ലാം. റേഷ്യോ സ്കെയിലിൻ്റെ പ്രത്യേകതയാണ് ഒരെണ്ണത്തിനെ മറ്റൊന്നിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ടൈപ്പ് ഓഫ് റെസിഡൻസ് ടൈപ്പ് എന്ന് പറയുന്നത് പക്കയാവാം, കച്ചയാവാം, ഇങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. അതെന്ന് പറയുന്നത് നോമിനലാണ്. SES എന്ന് വെച്ചാൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. അതെന്ന് പറയുന്നത് ഓർഡിനലാണ്. അടുത്തത് പെയിൻ റേറ്റിംഗ് എന്ന് വെച്ചാൽ അതും ഒരു ക്വാളിറ്റിയാണ്, പക്ഷെ അതിനെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഓർഡിനലാണ്. വെയ്റ്റ് എന്ന് വെച്ചാൽ ട്രൂ സീറോ ഉള്ള ഒരു സ്കെയിലാണ്. ട്രൂ സീറോ ഉള്ളത് റേഷ്യോ സ്കെയിലാണ് വരുന്നത്, വെയ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്. അടുത്ത ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ട്രൂ സീറോ ഇല്ല, അതുകൊണ്ട് അത് വരുന്നത് ഇൻ്റർവെൽ സ്കെയിലിനകത്താണ്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡേറ്റ കളക്ഷൻ ആണ്, പ്രസൻറ്റേഷൻ ആണ്, സമ്മറൈസേഷൻ ആണ്. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവേ മെത്തേഡ്. അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടേബിൾ അല്ലെങ്കിൽ ഗ്രാഫ് ഉപയോഗിക്കാം. സമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മീൻ അല്ലെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കർട്ടോസിസ്, റേഞ്ച്, ക്വാർട്ടർലി ഡീവിയേഷൻ, ഇതിൽ ഏത് വേണമെങ്കിലും ഡേറ്റയെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഡേറ്റ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടാബുലേഷൻ, ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്, പിക്ടോഗ്രാം, മാപ്പ് ഡയഗ്രാം ഓർ സ്പോട്ട് ഡയഗ്രാം, സ്കാറ്റർ ഡയഗ്രാം ഓർ ഡോട്ട് ഡയഗ്രാം. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുക.
ഒരു ക്യാരക്ടറിസ്റ്റിക് പൊസസ് ചെയ്യുന്നതനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഈസ് ദി ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് ഫാക്ട്സ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റേഴ്സിൻ്റെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ബുക്സിൻ്റെ ലൈബ്രറി. ഒരു ലൈബ്രറിയിലുള്ള ബുക്കുകളെ സബ്ജക്റ്റ് വൈസ് നമ്മൾ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഡേറ്റയെ നമ്മളൊരു ടാബുലാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ടാബുലേഷൻ. ദി ടാബുലാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്ലാസിഫൈഡ് ഡേറ്റ ഈസ് നോൺ ആസ് ടാബുലേഷൻ. ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് ആണ്. ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് ആണ് നമ്മൾ സാധാരണ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ഡയഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നത്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിൽ അതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ലൈൻ ഡയഗ്രാം, ഫ്രീക്വൻസി കാർവ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡയഗ്രാം ഇതെല്ലാം ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയ്ക്കാണ്. അതേസമയം ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം തന്നെ 3 തരമാണുള്ളത്. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ഓർ കോമ്പൗണ്ട് ബാർ ഡയഗ്രാം, കമ്പോണന്റ് ഓർ പ്രൊപ്പോർഷണൽ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ഓർ സെക്ടർ ഡയഗ്രാം. ഫസ്റ്റ് സിമ്പിൾ ബാർ ഡയഗ്രാം ആണ് നോക്കുന്നത്. സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് സിമ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇതിൽ ബാർ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈറ്റ്, ബാറിൻ്റെ ഹൈറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസീസിനെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഈ ബാർ ഡയഗ്രാം ഡിനോട്ട് ചെയ്യുന്നത് ഒരു സ്കൂളിലെ കുട്ടികൾ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതിനെയാണ്. അപ്പോൾ ഫസ്റ്റ് സയൻസിൽ 240 പേരുണ്ട്. അപ്പോൾ ഫ്രീക്വൻസീസ് എന്ന് വെച്ചാൽ എത്ര പേര് ഉണ്ട് എന്നുള്ളതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സയൻസിൽ 240. അപ്പം ഈ ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 240 ആണ്. രണ്ടാമത് ഹ്യൂമാനിറ്റീസിൽ 120 ആണ്. അപ്പം ഈ ബാറിൻ്റെ ഹ്യൂമാനിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 120 ആണ്. അടുത്തത് കൊമേഴ്സിൽ 100 ആണ്. അപ്പം കൊമേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 100 ആണ്. അടുത്തത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇപ്പം നേരത്തെ സിമ്പിൾ ബാർ ഡയഗ്രാം പറഞ്ഞു, അതിനകത്ത് ഒരു സെറ്റ് ഓഫ് ഡേറ്റയ്ക്കാണ് സിമ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. എന്നാൽ അതേസമയം 2ഓ അതിലധികമോ സെറ്റ് ഓഫ് ഡേറ്റയാണ് ഉള്ളതെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം പറയുന്നത്. 2ൽ കൂടുതൽ വേരിയബിൾ ഉള്ളപ്പോഴാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇനി സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ടോട്ടലിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തുള്ള സിറ്റുവേഷനിലാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. അതായത് 2000 യൂണിവേഴ്സിറ്റിയിൽ ആകെ 31,000 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2001 36,000, 2002 43,000. അപ്പോൾ ഈ ഓരോ കുട്ടികളെയും ഓരോ ബ്രാഞ്ചിൻ്റെ അനുസരിച്ച് ഡിവൈഡ് ചെയ്തേക്കാണ്. അതായത് ടോട്ടലിനെ വീണ്ടും പലതായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനത്തുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഈ പൈ ഡയഗ്രാം. അപ്പം നമ്മളിപ്പോൾ 3 ബാർ ഡയഗ്രാമാണ് പഠിച്ചത്. സിമ്പിള്, മൾട്ടിപ്പിള്, കമ്പോണന്റ്. ഇത് 3 എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ ഡയഗ്രാംസ് ആണ്. അതേസമയം പൈ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഡയഗ്രാം ആണ്. അപ്പം പൈ ഡയഗ്രാം എന്ന് പറയുന്നത് ഈസ് എ സർക്കുലർ ഡയഗ്രാം ആണ് വിത്ത് സെക്ടേഴ്സ് റെപ്രസെൻറ്റിംഗ് ദി വാല്യൂസ് ഓഫ് ദി ഡേറ്റ ഗ്രിഡ്. തന്നിരിക്കുന്ന ഡേറ്റയിലെ വാല്യൂസിനെയാണ് ഓരോ സെക്ടർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അപ്പോൾ അതിനെയാണ് പല സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇതാണ്. ഇതിൽ ബ്ലൂ എന്ന് പറയുന്നത് ഈ കണ്ണൂരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റയാണ്. അതുപോലെ ഈ റെഡ് കളർ ഉപയോഗിക്കുന്നത് കോഴിക്കോടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. വയലറ്റ് കൊല്ലമാണ്, വയലറ്റ് കളർ കൊല്ലമാണ്. അതുപോലെ ഈ ബ്ലൂ ഉപയോഗിക്കുന്നത് ട്രിവാൻഡ്രമാണ്, ഗ്രീൻ കൊച്ചിനാണ്. അപ്പോൾ ഈ ഓരോ സെക്ടറിന് അല്ലെങ്കിൽ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കും. ഇവിടെ ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് 465 എന്ന് കിട്ടും. എന്നിട്ട് ഈ ഓരോ ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 79 ആണ്. അത്
ടോട്ടൽ 465 എത്രയാണോ അത് 360 എത്ര ആംഗിൾ ആണെന്നാണ് ആദ്യമേ കണ്ടുപിടിക്കുന്നത്. അതായത് 79 ഡിവൈഡ് ബൈ ടോട്ടൽ 465 ഇൻറ്റു നമുക്ക് അറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഇൻറ്റു 360 അപ്പോൾ ഒരു ആംഗിൾ കിട്ടി 61.2. അപ്പോൾ അതാണ് അപ്പം കണ്ണൂരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ 61.2 ഡിഗ്രിയാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി 99 ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 465 ആണ്. അത് ഇൻറ്റു 360 ടോട്ടൽ ആംഗിൾ 360 അപ്പം 76.6 എന്ന് കിട്ടും. ഇപ്പം പൈ ചാർട്ടിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ആംഗിൾ ഇസ് ഈക്വൽ ടു ഐറ്റം ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 ആണ്. ഇത് പിക്ടോഗ്രാം ആണ്. ഒരു ബേക്കറിയിൽ കച്ചവടം ചെയ്ത ഒരാഴ്ചയിൽ കച്ചവടം ചെയ്ത കപ്പ് കേക്കുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു കപ്പ് കേക്ക് ഡിനോട്ട് ചെയ്യുന്ന 6 കപ്പ് കേക്കിനെയാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ മൺഡേ എത്ര കപ്പ് കേക്കാണ് കച്ചവടം ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരെണ്ണം 6 എണ്ണത്തിനെയാണ്. ഇവിടെ ആകെ എത്ര എണ്ണം 1 2 3 4 5 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 × 6 30 അതായത് മൺഡേ കച്ചവടം ചെയ്തിരിക്കുന്നത് 30 കപ്പ് കേക്കാണ്. ഈ ട്യൂസ്ഡേ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ 2 എണ്ണം ഒരെണ്ണത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ 2 എണ്ണം ആയപ്പോഴത്തേക്ക് 12 ആയി. 12 പിന്നെ 6ൻ്റെ പകുതി 3 15. അങ്ങനെയാണ് പിക്ടോഗ്രാം. പിക്ടോഗ്രാം എന്ന് വെച്ചാൽ പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്. പിക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡേറ്റ അല്ലെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡേറ്റ എന്ന് പറയുന്നതാണ് പിക്ടോഗ്രാം. ഇതെന്ന് പറയുന്ന കാർട്ടോഗ്രാം അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഡയഗ്രാം ആണ്. അപ്പോൾ അതായത് ഇതെന്ന് പറയുന്നത് ഈബോള ഈസ്റ്റ് ആഫ്രിക്കയിൽ മൊത്തത്തിൽ ഈബോള എന്ന് പറയുന്ന വൈറസിൻ്റെ സ്പ്രെഡിനെയാണ് കാണിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ സ്പ്രെഡ് ഉണ്ടോ അതെല്ലാമാണ് ഈ സർക്കിൾസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഏരിയയിൽ 1995 ഈബോള അഫക്റ്റ് ചെയ്ത്, ഇവിടെ 94 97 ഈബോള അഫക്റ്റ് ചെയ്ത്, അതുപോലെ ഇവിടെ 2001 2004 സമയത്ത് പീരീഡിൽ ഇവിടെ അഫക്റ്റ് ചെയ്ത്, അതുപോലെ 77 അഫക്റ്റ് ചെയ്തതാണിത്, 76 അഫക്റ്റ് ചെയ്തതാണിത്. ഈ മഞ്ഞ എല്ലാം ഡിനോട്ട് ചെയ്യുന്ന 76 79 2004 അഫക്റ്റ് ചെയ്തതാണ്. ഇത് 2000 അഫക്റ്റ് ചെയ്തതാണ്. ഇത് 1995 ഈബോള അഫക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ജോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയെ പറയുന്നതാണ് കാർട്ടോഗ്രാം അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഡയഗ്രാം. അടുത്ത സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് 2 വേരിയബിളാണ് നമ്മൾക്ക് തരുന്നതെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രമാണ് സ്കാറ്റർ ഡയഗ്രാം. ഈ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ 2 വേരിയബിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡും തന്നിട്ടുണ്ട്, ഫ്യൂവൽ ഇൻ ടാങ്കും തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പോയിന്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പോയിന്റ്സ് അതായത് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. അതുകൊണ്ടാണ് ഇത് സ്കാറ്റർ ഡയഗ്രാം എന്ന് അറിയപ്പെടുന്നത്.